മമ്പറം ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി നടക്കുന്ന സാഹചര്യത്തിൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. തിങ്കളാഴ്ച വരെയാണ് നിയന്ത്രണം. രാത്രി 9 മണി മുതൽ രാവിലെ 5 മണി വരെയാണ് വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പിണറായി ഭാഗത്തു നിന്നും കൂത്തുപറമ്പ് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പിണറായിയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് പുത്തൻകണ്ടം വഴി താഴേക്കായലോട് കണ്ണൂർ റോഡിൽ പ്രവേശിക്കണം. അഞ്ചരക്കണ്ടിയിൽ നിന്നും തലശ്ശേരി കൂത്തുപറമ്പ് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മയിലുള്ളിമെട്ടയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് കുഴിയിൽപീടികയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പവർലൂം മുട്ട കണ്ണൂർ റോഡ് വഴി കടന്നു പോകണം. കൂത്തുപറമ്പിൽ നിന്നും പിണറായിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് താഴേക്കായലോട് നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് പുത്തൻകണ്ടം വഴി പോകണം. 3 പെരിയ ഭാഗത്തു നിന്നും പിണറായിലേക്ക് പോകുന്ന വാഹനങ്ങൾ 3 പെരിയയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞു പോകണം. ഇത്തരത്തിലാണ് ഗതാഗത നിയന്ത്രണത്തിൻ്റെ ഭാഗമായി വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത്. മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലമായ ധർമ്മടത്തെ പ്രധാന ടൗണുകളിൽ ഒന്നാണ് മമ്പറം. മാത്രമല്ല, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നതും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളും വാഹനങ്ങളും വന്നു പോകുന്നതും പ്രധാന പാതയായ കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഒരു ടൗൺ കൂടിയാണ് മമ്പറം. ഇതെല്ലാം കണക്കിലെടുത്താണ് ടൗൺ സൗന്ദര്യവൽക്കരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടായ 50 ലക്ഷവും മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ CSR ഫണ്ടായ 50 ലക്ഷവും ഉൾപ്പെടെ 1 കോടിയോളം രൂപ ചിലവിട്ടാണ് പ്രവൃത്തി നടത്തുന്നത്. കണ്ണൂർ കൂത്തുപറമ്പ് റോഡിനെയും തലശ്ശേരി അഞ്ചരക്കണ്ടി റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡിൽ ടെൻസൈൽ ഫാബ്രിക് സ്ട്രക്ചർ ഉൾപ്പെടെ സ്ഥാപിച്ചാണ് സൗന്ദര്യവൽക്കരണം നടത്തുക. ഇതിനു പുറമെ ഫുട്പാത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഹാൻഡ്രൽ, അലങ്കാര വിളക്കുകൾ എന്നിവ സ്ഥാപിക്കൽ, കണ്ണൂർ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നവീകരണം, ഓപ്പൺ സ്റ്റേജ് നിർമ്മാണം, ഹൈമാസ്റ്റ് ലൈറ്റ് മാറ്റി സെൻട്രൽ ഐലൻഡ് സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവൃത്തികളും സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തും. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.